പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇൻഡെക്സ് നമ്പറിലെ വെയ്റ്റഡ് മെത്തേഡിലെ ആദ്യത്തെ രണ്ട് മെത്തേഡ് ലാസ്റ്റ് സ്പേസും ഫസ്റ്റ് സ്പേസുമാണ്. നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ദ ലാസ്റ്റ് സ്പേസ് ആൻഡ് പാസ്റ്റ് സ്പേസ് ഇൻഡെക്സ് നമ്പർ. ലാസ്റ്റ് സ്പേസിന്റെയും പാസ്റ്റ് സ്പേസ് ഇൻഡെക്സ് നമ്പറിന്റെ ജോമെട്രിക് മീൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P01 is equal to root of L into P. L എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്പേസ്, P പറഞ്ഞാൽ പാസ്റ്റ് സ്പേസ്. ഇറ്റ് ട്രൈസ് ടു ഓവർകം വീക്ക്നെസ് ഓഫ് ബോത്ത് മെത്തേഡ്. രണ്ടിലുള്ള വീക്ക്നെസ് ഓവർകം ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്പേസിലാവുമ്പോൾ ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്, പാസ്റ്റ് സ്പേസ് ആകുമ്പോൾ കറന്റ് ഇയർ ക്വാണ്ടിറ്റി ആണ് എടുക്കുന്നത്. രണ്ടിലും ഓരോന്നില്ല. അത് ആ വീക്ക്നെസ് ഓവർകം ചെയ്തുകൊണ്ട് രണ്ടും എടുക്കുമ്പോൾ രണ്ട് ബേസ് ഇയറും കറന്റ് ഇയർ ക്വാണ്ടിറ്റിയും ഇതിൽ എടുക്കുന്നുണ്ട്. ഈസ് ഓഫൺ കൺസിഡർ മോസ്റ്റ് അക്യുറേറ്റ് സയന്റിഫിക്കലി സൗണ്ട് ഇൻഡെക്സ് നമ്പർ ഫോർമുല. ഇതിനെ നമ്മൾ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ P01 is equal to root of L into P. റൂട്ട് ഓഫ് L into P. L എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്പേസ് പ്രൈസ് ഇൻഡെക്സ്, P എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പേസ് പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് P01 equal to root of sigma P1 Q0 divided by sigma P0 Q0 into sigma P1 Q1 into divided by sigma P0 Q1 into 100. ഇത് ലാസ്റ്റ് സ്പേസും ഇത് പാസ്റ്റ് സ്പേസ് മെത്തേഡുമാണ്. അതിനെ അങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഒരു ഫോർമുല പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കാണണം? സിഗ്മ P1 Q0 12 into 5 60, 25 into 3 75, 35 into 2 70, ടോട്ടൽ 205. സിഗ്മ P1 Q0 205. ഇനി അടുത്ത് സിഗ്മ P0 Q0 10 into 5 50, 20 into 3 60, 30 into 2 60, ടോട്ടൽ 170. സിഗ്മ P0 Q0 170. ഇനി P1 into Q1 P1 into Q1. അപ്പോൾ P1 12, Q1 6, 12 into 6 72, 25 into 4 100, 35 into 2 70, ടോട്ടൽ 242. അപ്പം ഈ സിഗ്മ P1 Q1 വാല്യൂ 242. ഇനി അടുത്തത് സിഗ്മ P0 Q1 10 into 6 60, 20 into 4 80, 30 into 2 60, ടോട്ടൽ 200. സിഗ്മ P0 Q1 200. ഇനി അത് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 205 170 ഇൻറ്റു 242 ഡിവൈഡ് ബൈ 200 അതിന്റെ റൂട്ട് ഇൻറ്റു 100. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 120.7 കിട്ടും. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് പ്രകാരം 20% 2020 അപേക്ഷിച്ച് 20.7% 2020 അപേക്ഷിച്ച് 2024 പ്രൈസിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് കമ്പയർസ് ബോത്ത് ബേസ് ഇയർ ആൻഡ് കറന്റ് ഇയർ ക്വാണ്ടിറ്റി. ഇതിൽ കറന്റ് ഇയർ ക്വാണ്ടിറ്റിയും ബേസ് ഇയർ ക്വാണ്ടിറ്റിയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൺസിഡർ ഫ്രീ ഫ്രം ബയാസ് അക്കോർഡിംഗ് ടു ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റുകൾ വരുന്നത്. അത് പ്രകാരം അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് ഇത് ഫിഷേഴ്സ് ഇൻഡെക്സ്. ഗീവ്സ് ബാലൻസ്ഡ് ഇൻ ഐഡിയൽ റിസൾട്ട്. ഇത് രണ്ട് റിസൾട്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള, അതുകൊണ്ട് തന്നെ ഇത് ഐഡിയൽ റിസൾട്ടാണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റതിനൊക്കെ ആദ്യത്തെ രണ്ടിനെ അപേക്ഷിച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, ഡിഫിക്കൽട്ട് ആണ്. ഒന്നുകൂടി നീഡ്സ് ലോട്ട് ഓഫ് ഡാറ്റ. ബേസ് ഇയർ ഡാറ്റയും വേണം, കറന്റ് ഇയർ ക്വാണ്ടിറ്റി ഡാറ്റയും നിർബന്ധമാണ്. നോട്ട് കോമൺലി യൂസ്ഡ് ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡ്യൂ ടു കോംപ്ലക്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ജോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് സ്പേസ് ആൻഡ് പാസ്റ്റ് സ്പേസ് മെത്തേഡ് ആണ് ഇത് ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. ഓക്കെ, ഫിഷേഴ്സ് മെത്തേഡും എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.